യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. ഏറെ അനുഗ്രഹിക്കപ്പെട്ട ഈ പുതിയ ദിവസത്തിനായി ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഏശയ്യായുടെ പുസ്തകം 52-ാം അധ്യായം 12-ാം തിരുവചനം നമുക്ക് ഈ പുലരിയിൽ ധ്യാന വിഷയമാക്കാം. തിരുവചനം ഇപ്രകാരം പറയുന്നു: നിങ്ങൾ തിടുക്കം കൂട്ടേണ്ട, വേഗം ഓടുകയും വേണ്ട, കർത്താവ് നിങ്ങളുടെ മുൻപിൽ നടക്കും. ഇസ്രായേലിന്റെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാരൻ. ഹല്ലേലൂയ. ഇന്ന് ഒരു തിരക്ക് പിടിച്ച ജീവിതത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. എങ്ങോട്ട് തിരിഞ്ഞാലും തിരക്കാണ്. ഈ തിരക്ക് കാരണം നമ്മുടെ കുടുംബത്തിലേക്കും ഹൃദയത്തിലേക്കും രക്ഷകനായ ഈശോയ്ക്ക് കടന്നു വരുവാൻ പറ്റുന്നില്ല. പ്രിയ സഹോദരങ്ങളെ ഓർക്കുക, തിരക്ക് പിടിച്ച ഈ ജീവിതം ഏറ്റവും വലിയ അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് നമ്മെ കൊണ്ടുപോകുന്നത്. തിരക്ക് പിടിച്ച ജീവിതത്തിനേക്കാൾ ഉപരി തിരക്ക് പിടിച്ച നമ്മുടെ മനസ്സാണ് ഏറ്റവും കൂടുതൽ അപകടം. അത് നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തിന്റെ സാന്നിധ്യത്തെ നഷ്ടപ്പെടുത്തുകയാണ്, ഏകാഗ്രത ഇല്ലാതാക്കുകയാണ്, നാഡീ ഞരമ്പുകളെ ദുർബലപ്പെടുത്തുകയാണ്, ദൈവത്തിന്റെ ആത്മാവിന്റെ നിയന്ത്രണത്തെ നഷ്ടപ്പെടുത്തുകയാണ്. പ്രിയ സഹോദരങ്ങളെ, അതിനാൽ ആന്തരികമായി ഒരു സ്വസ്ഥതയ്ക്ക് വേണ്ടി നമ്മുടെ മുൻപിലുള്ള എല്ലാ തിരക്കിനെയും നമുക്ക് ഇനി മുതൽ, ഈ നിമിഷം മുതൽ ശാന്തതയോടെ ഒന്ന് കൈകാര്യം ചെയ്യുവാനായിട്ട് ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കാം. ഓർക്കണമേ, നമ്മളെല്ലാവരും ഓടി ഓടി തളർന്നവരാണ്, ഒത്തിരി അധ്വാനിച്ചവരാണ്, ഒന്നിനും സമയം കിട്ടാത്ത വ്യക്തികളാണ്. ഇങ്ങനെയുള്ള നമുക്ക് ഒന്ന് ചിന്തിക്കാം. ഇനി അതിനായിട്ട് നമ്മൾ ആ തിരക്കിൽ നിന്നും രക്ഷപ്പെടുവാനായിട്ട് ആദ്യം ചെയ്യേണ്ടത് കൂടുതൽ പ്രാർത്ഥിക്കുവാൻ സമയം കണ്ടെത്താം. അപ്പോൾ തീർച്ചയായിട്ടും ദൈവം എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ പ്രവർത്തിക്കും. തിരക്കില്ലാത്ത ഒരു മനസ്സ് നമുക്ക് സ്വന്തമാക്കാം. അതിനായി കൂടുതൽ സമയം പ്രാർത്ഥിക്കുവാനായിട്ട് ഞാൻ എടുക്കുമെന്ന് തീരുമാനിക്കാം. ധ്യാനിക്കാൻ, തിരുവചനം വായിക്കാൻ, അതുപോലെ തന്നെ മനസ്സിനെ ഏകാഗ്രതമാക്കുവാൻ പ്രാർത്ഥന ഒരു വലിയ ഒരു കൃപയാക്കി മാറ്റാം. ക്രിസ്മസിൻ്റെ ഈ നോമ്പിൻ്റെ ഈ കാലങ്ങൾ നമ്മളെ ഓർമ്മിപ്പിച്ചു തരുന്നത്, ലോകത്തിൻ്റെ തിരക്കിലേക്ക് നീ മുങ്ങിപ്പോകരുത്. തിരക്കില്ലാത്ത ഒരു ക്രിസ്മസിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയത്തിൽ, ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന് വലിയ കൃപ വ്യാപരിക്കട്ടെ. രക്ഷകനെ പിറക്കാൻ അവിടെ നമ്മുടെ ഹൃദയത്തിൽ ഒരിടമുണ്ടാകട്ടെ. പിറക്കാൻ ഇടം കിട്ടാതെ തമ്പുരാൻ നമ്മിൽ നിന്നും പിന്തിരിഞ്ഞു പോകാതിരിക്കട്ടെ. എല്ലാ മക്കളും ഒന്ന് പ്രാർത്ഥിച്ചേ: കർത്താവേ, അങ്ങ് ജീവിതത്തിൽ വന്ന് പിറക്കണമേ. കർത്താവേ, അങ്ങ് കുടുംബത്തിൽ വന്ന് പിറക്കണമേ. ആമേൻ.